കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വീഡിയോ എഡിറ്ററിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. തീംസ് ആയിക്കോട്ടെ, ജിഫ് ആയിക്കോട്ടെ, മ്യൂസിക് ആഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു വീഡിയോ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് ഏറ്റവും കൂളായിട്ട് നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഏതാണ് ആപ്ലിക്കേഷൻ, പ്രത്യേകത എന്താണെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു ആപ്പിന്റെ പേര് വിസ്മേറ്റോ എന്നാണ്. വിസ്മേറ്റോ വീഡിയോ എഡിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളിങ്ങനെ VIZMATO എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ആപ്പ് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. റെക്കോർഡ്, മൈ സ്റ്റുഡിയോ, എക്സ്പ്ലോർ, എഡിറ്റ് വീഡിയോ, ജെഫ്, സ്ലൈഡ് ഷോ. റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൈ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. എക്സ്പ്ലോർ എന്നുള്ളതിൽ വിസ്മേറ്റോ എന്ന ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് വേറെ ആരൊക്കെയാണോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനും കാണാനും സാധിക്കും. എഡിറ്റ് വീഡിയോയിൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പുതിയ വീഡിയോസ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ജിഫ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്ലൈഡ് ഷോ, പിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. എഡിറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യേണ്ട ഒരു പോർഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യാം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത വീഡിയോ നമുക്ക് സ്ലോ ആക്കാനും ഫാസ്റ്റ് ആക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സ്ലോ ആക്കുകയാണ്. സ്ലോ എന്നുള്ളത് പ്രസ് ചെയ്ത സമയത്ത് എവിടേക്കാണോ സ്ലോ ആക്കേണ്ടത്, എവിടേക്കാണ് ഫാസ്റ്റ് ആക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്ലോ ആണെങ്കിൽ സ്ലോ ആവും. നമ്മൾ നിർത്തുന്നത് വരെ ജസ്റ്റ് നെക്സ്റ്റ് പ്രസ്സിൽ ആ ഒരു ടൂൾ അത്രയും സമയമാണ് ഉണ്ടാവുക. അതുപോലെ വീഡിയോ സൂം ചെയ്യാം. ഇൻസെറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിലധികം അതിൻ്റെ തന്നെ പോർഷൻസ് ഉണ്ടാക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. സ്മൈലീസ് ആഡ് ചെയ്യാൻ പറ്റും. ഹാർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കുറേ എഫക്ട്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പല എഫക്ട്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ കുറച്ച് ഓപ്ഷൻസും കൂടി ഉണ്ട്. ഇവിടെ RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ പ്രോ വേർഷനിലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അത് ജസ്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് കൊടുത്ത് നമുക്കത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വീഡിയോ ഏകദേശം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഓഡിയോ എഫക്ട്സും കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി VFX എന്നുള്ള ഭാഗം പ്രസ് ചെയ്യാം. ഇപ്പോൾ സൗണ്ട് എഫക്ട്സ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് സൗണ്ടിലും എഫക്ട്സ് വരുത്താൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസിന് തീം ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാനും ഓക്കെ കൊടുക്കാനും മറക്കരുത്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അതിനുവേണ്ടി പ്രിവ്യൂ പ്രസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പം കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത പോലെയാണ് വീഡിയോൻ്റെ എഫക്ട്സ് എല്ലാം വന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഈ വാട്ടർമാർക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയായിട്ടൊരു സൈൻ കാണാം. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് മാത്രം മാറ്റണമെങ്കിൽ 20 rupees ആണ് ആവുക. വാട്ടർമാർക്ക് പെർമനൻ്റ്ലി മാറ്റിയിട്ട് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ 330 rupees ആണ് ആവുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയൊക്കെ സെൻഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ എപ്പോൾ വേണമെങ്കിലും അത് പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. നെക്സ്റ്റ് ഫീച്ചറാണ് റെക്കോർഡ്. റെക്കോർഡിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എഫക്ട്സും കാര്യങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത പോലെ തന്നെയാണ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷനും വർക്ക് ചെയ്യുന്നത്. പക്ഷെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 30-ലധികം ഫ്രീ വെസ്റ്റ് ട്യൂൺസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ജിഫ് ക്രിയേറ്റ് ചെയ്യാനും സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. മൈ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വർക്ക് കാണാം. എക്സ്പ്ലോറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വിസ്മേറ്റ് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് റെഫർ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതൊരു നല്ല വീഡിയോ എഡിറ്റിംഗ് ആപ്പായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുറേ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, അത് വാച്ച് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.